ഇപ്പോൾ അത്ഭുതകരമായിട്ട് 12 ലീഡർമാരുടെ പോസ്റ്റ് പുതുതായിട്ട് ഹൈക്കോടതിയിലും ഇവിടെ ഒരു സീനിയർ ഗവൺമെൻറ് ലീഡറുടെ പോസ്റ്റും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ചട്ടപ്രകാരമുള്ള രീതികൾ പിന്തുടരുന്നില്ല എന്നൊരു വസ്തു കാണാൻ കഴിയും. കഴിഞ്ഞ 10 കൊല്ലം ഇത്തരത്തിലുള്ള മതവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന, മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിറങ്ങിയിട്ടില്ല. 10 കൊല്ലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്നാൽ ഈ ഗവൺമെന്റ് വന്ന് 2 മാസം തികയുന്നതിനിടയിൽ തന്നെ സംഘപരിവാറിന്റെ നേതാക്കന്മാർ ഒറ്റക്കും കൂട്ടായും മുഖ്യമന്ത്രിയെ കാണുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് സർക്കാരിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന പ്ലീഡർമാരുടെ പട്ടികയിൽ BJPയുടെ സജീവ പ്രവർത്തകൻ, ABVPയുടെ മുൻ നേതാവ്, RSSന്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷക പട്ടികയിലുള്ള ഒരു വ്യക്തിയെ VD സതീശൻ എന്ന നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഗൗരവമേറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്താണിതിൽ കോൺഗ്രസിന്റെ നിലപാട്? എന്താണിതിൽ AICCയുടെ നിലപാട്? എന്താണിതിൽ അക്കാലഘട്ടത്തിൽ KSUവിനെ കേരളത്തിൽ നയിച്ച് ഇന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നിലപാട് എന്നറിഞ്ഞാൽ കൊള്ളാം. നമ്മുടെ VD സതീശന്റെ മംഗലാപുരം യാത്ര, ആരാണ് വിമാനത്തിന്റെ സ്പോൺസർ, ആരെ കാണാനാണ് യഥാർത്ഥത്തിൽ പോയത്? കോൺഗ്രസ്സുകാരോട് ചോദിച്ചപ്പോൾ ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ നിലമ്പൂര് പോകാത്ത സതീശൻ ആര്യാടൻ്റെ ഏതോ വകയിലുള്ള ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയി എന്ന് പറയുമ്പോൾ അവിടെ ഉപചോദ്യങ്ങളും അന്വേഷണങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നിർഭാഗ്യങ്ങളിൽ ഒന്നെന്നും ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള അപസർപ്പക കഥകളും അന്വേഷണങ്ങളുമായിരിക്കും കേരളത്തിൽ നടക്കുക. VD സതീശൻ സർക്കാരിന്റെ സംഘപരിവാർ വൽക്കരണം ദിനം പ്രതി പുറത്തു ചാടുകയാണ്. ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കാൻ സർക്കാർ ശുപാർശ ചെയ്തത്, SIR നടപ്പാക്കാൻ തീവ്രത കാട്ടിയ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത്, സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്ത പട്ടികയിലെ ഒന്നാമൻ, പാർപ്പിട പദ്ധതിക്ക് മോദി പടം വയ്ക്കാനുള്ള ഉത്സുകത, തീവ്ര ഹിന്ദു നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, മോദിയുടെ ഇഷ്ടക്കാരൻ അദാനിക്കായുള്ള വഴിവിട്ട നീക്കങ്ങൾ, പോരാത്തതിന് സർക്കാർ വാദങ്ങൾ നിരത്തേണ്ട ഗവൺമെന്റ് വക്കീലന്മാരുടെ കൂട്ടത്തിലും സംഘപരിവാർ നോമിനി. പിന്തുണച്ചവർക്കും കൂടെയുള്ളവർക്കുമൊക്കെ പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങൾ ശരിവെക്കേണ്ടി വരുന്നു. യു-ടേണിലോ കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം? മംഗലാപുരം യാത്രയിൽ തുടങ്ങിയ ദുരൂഹത പൂച്ചി പൊളിച്ച് പുറത്തു ചാടിക്കൊണ്ടിരിക്കുന്നു. സംഘപരിവാർ സർക്കാരാക്കാനോ സതീശന്റെ നീക്കം? നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ഡോക്ടർ PK ഗോപൻ, CPIM നേതാവ്; M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ; ഒപ്പം വലത് രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകനുമായ രാജേന്ദ്രൻ പന്തളം. ആദ്യം ശ്രീ രാജേന്ദ്രൻ പന്തളത്തിലേക്ക്. ശ്രീ രാജേന്ദ്രൻ പന്തളം, DS ശരത്തിനെ ഗവൺമെൻറ് പ്ലീഡറാക്കാനുള്ള നീക്കം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിസ്ഫോടനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഈ ഉദാഹരണം അടക്കം ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ തന്നെ ഒരു വിഭാഗം ഉയർത്തുന്ന, അല്ലെങ്കിൽ സതീശനെ പിന്തുണച്ചിരുന്ന പലരും, മതനേതാക്കന്മാരടക്കം സാമുദായിക സംഘങ്ങളടക്കം രംഗത്തെത്തിയ കാര്യം, സമസ്ത അടക്കമുള്ളവർ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അസ്വാരസ്യങ്ങൾ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു പാർട്ടിയിൽ സ്വാഭാവികമാണല്ലോ. ഇപ്പൊ തന്നെ സ്വാഭാവികമോ? അതാണ് എന്റെ ചോദ്യം. അത് പരിശോധിക്കും, അതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും എന്ന് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? സമസ്തയോട് തന്നെ. സമസ്ത ഇക്കാര്യം കോൺഗ്രസിന്റെയും UDFന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ UDF യോഗം ചേർന്നിട്ട് അക്കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല ഏകശിലാരൂപം പോലെ അല്ലെങ്കിൽ ഏകാധിപത്യം പോലെ ഞാനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തെറ്റാണ്. നേരത്തെ ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ ശബരിമല കൊള്ളക്കേസില് ആ ഗവൺമെന്റിന്റെ ഭാഗം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗം വാദിക്കാൻ വേണ്ടി ഒരു വക്കീലിനെ വെച്ചപ്പോ അദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്നു എന്ന മറുവാദത്തെ തുടർന്ന് അദ്ദേഹത്തെ മാറ്റിയില്ലേ? അപ്പൊ അത് ജനാധിപത്യപരമായ നീക്കമാണ്. ഇപ്പൊ കൈരളിയും ചെയ്യുന്നത് അങ്ങനെ ജനാധിപത്യപരമായ ഒരു നീക്കമാണ്. അതിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായും ആ പറയുന്ന എന്തോ ശേഷാദ്രിനാഥന്റെ കാര്യത്തിലോ? കേട്ടില്ല. ശേഷാദ്രിനാഥന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടിയിലും അംഗമായിരുന്നില്ല, ഒരിക്കലും അംഗമായിരുന്നില്ല. ഒരു മനുഷ്യൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് അടക്കമുള്ളവരാണ് രംഗത്തെത്തിയത്.
ആ PM നിയാസിന് അദ്ദേഹത്തോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിരിക്കാം. കാരണം ലക്ഷദ്വീപിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഒരു അജണ്ടയായിരിക്കാം നിയാസിനുള്ളത്. കോൺഗ്രസ്സുകാരിൽ ചിലർക്ക് അതുകൊണ്ടെന്ന് ഉള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ പറഞ്ഞ പരസ്യമായിട്ടുള്ള വിഴുപ്പലക്കലിന് വ്യക്തിപരമായ കാരണങ്ങളുണ്ടാവും. പക്ഷെ ഞാനിപ്പോ അജിംഷാദ് ഉന്നയിക്കുന്ന വിഷയം വ്യക്തിനിഷ്ഠമല്ല, മറിച്ച് വസ്തുനിഷ്ഠമായ ഒരു കാര്യമായിട്ട് അതിന്റെ സ്പിരിറ്റിൽ, ജനാധിപത്യത്തിന്റെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുകയും അത് ഈ പറയുന്ന കാര്യങ്ങൾ DS ശരത് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ ABVPയുടെയോ ഒക്കെ അംഗമായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങൾക്ക് അനുസരിച്ച് പോകുന്ന ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിനെ വെറുതെ വിട്ടിക്കുക. വെറുതെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വലിയ കമർട്ടസ് ആയിട്ടൊരു പോസ്റ്റ് ആണെന്നൊന്നും ഞാൻ സബ്ജക്ട് കറക്ഷൻ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അത്രമേൽ ഇതൊരു വിവാദമാകുന്നതോടുകൂടി സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു സംഭവമാണെന്ന് വരിക. അങ്ങനൊന്നുമില്ല. ഒരു കേസ് ജയിച്ചാൽ 5,500 രൂപ കിട്ടും. അതാണ് എന്റെ പരിമിതമായ അറിവ്. ഞാനൊരു വക്കീലോ നിയമവിദഗ്ധനോ അല്ല. അതായത് സർക്കാരിന്റെ വാദങ്ങൾ കോടതിയിൽ നിരത്തേണ്ട ആൾ നേരത്തെ RSS പ്രതിക്കടക്കം വാദങ്ങൾ നിരത്തിയ ആളാണ്. അതുപോട്ടെ, വക്കീൽ എന്ന നിലയിൽ. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സംഘപരിവാർ അധിഷ്ഠിതമാണ്, ABVPയിലടക്കം പ്രവർത്തിച്ചു വന്ന പശ്ചാത്തലമാണ് എന്ന് പരസ്യമായി രംഗത്തെത്തി പറയുന്നത് VR അനൂപിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ പല ബഹുസ്വരതയുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. അതിനെ നല്ലതായിട്ട് ഒരു ഹോൾസമായിട്ട് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ ഒന്നായിട്ട് കാണാം. ഈ പറയുന്ന പോലെ വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിലുള്ള പിടിപ്പലക്കെടുകളും അതുണ്ട് എന്നുള്ളത് അത് ഞാൻ സമ്മതിക്കുന്നു. സംഘപരിവാർ വയറിളക്കവും ആരോഗ്യപരമാണ് എന്ന് താങ്കൾ നിരീക്ഷിച്ചു കൊണ്ടുവന്നത് ഞാൻ അത്ഭുതത്തോടു കൂടി കാണുകയാണ്. ശരി, ഡോക്ടർ പി കെ ഗോപൻ, അതായത് ഇത് ആരോഗ്യപരമായൊരു കാര്യമല്ലേ? തെറ്റുണ്ടെങ്കിൽ തിരുത്തും, അങ്ങനെ തിരുത്തുന്നൊരു പശ്ചാത്തലമല്ലേ? അതല്ലേ ഒരു ജനാധിപത്യത്തിൻ്റെ ആംബിയൻസ് എന്നത്? നിങ്ങളിതിനെ എല്ലാം അങ്ങ് സംഘപരിവാർ വൽക്കരണമെന്ന് കണ്ടാലോ? ഓരോ പോസ്റ്റിംഗ് കഴിഞ്ഞും അടുത്തത് തിരുത്തുക എന്നുള്ളതാണോ? ഇവിടെ അദ്ദേഹം വളരെ ലളിതമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം LDF അധികാരത്തിലിരിക്കുമ്പോൾ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ കേരളത്തിലെ മുഴുവൻ ഇസ്ലാമിക സംഘടനകളെയും കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി കനകോലുവിന്റെ വളരെ ശക്തമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷം എന്ത് ചെയ്താലും അത് BJP ഡീല് എന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ നന്നായിട്ട് പരിശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല, അത് BJP ഡീലാണ്. ഗവർണർ വരുമ്പോ മുഖ്യമന്ത്രി എഴുന്നേക്കാൻ പാടില്ല, അത് BJP ഡീലാണ്. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പോയി കാണാൻ പാടില്ല, അത് BJP ഡീലാണ്. ഇത് ഉന്നയിക്കുന്നത് ചെറിയ ആളുകളൊന്നുമല്ല, KC വേണുഗോപാൽ ഉൾപ്പെടെയാണ് ഉന്നയിച്ചത്. അമിത്ഷായെ കണ്ടു, അത് BJP ഡീലാണ്. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി, അത് BJP ഡീലാണ്. ഇങ്ങനെ PMCയിൽ ഒപ്പിട്ടു, അത് BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ BJP മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം, CPIM ഇടതുപക്ഷത്തിൽ നിന്ന് വ്യതിചലിക്കുകയും BJPയുമായിട്ട് ബാന്ധവം ഉണ്ടാക്കുകയും ചെയ്തു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് വെറുതെ ചാനലുകളിലും മാധ്യമങ്ങളിലും പിന്നെ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള സോഷ്യൽ മീഡിയയിലോ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായ സ്ക്വാഡ് വീടുകളിൽ കയറി. അങ്ങനെ വീടുകളിൽ കയറി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ സ്ക്വാഡ് കയറിയിട്ട് SIR നടപ്പിലാക്കുന്നത് പിണറായി വിജയനാണെന്ന് പറഞ്ഞു. ഇത് നരേന്ദ്രമോദിക്ക് വേണ്ടി പിണറായി വിജയനാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. മുണ്ടുടുത്ത മോഡിയാണ് പിണറായി വിജയൻ. ഈ ആക്ഷേപങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരികയും മുഖ്യമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ ചടങ്ങിൽ തന്നെ വന്ദേ മാതരം ആലപിക്കുകയും ചെയ്യുന്നു. 1937 AICC സമ്മേളനമാണ് വന്ദേ മാതരത്തിന്റെ പല്ലവി മാത്രം, പല്ലവിയോ വേണ്ടി വന്നാൽ അനുപല്ലവിയോ മാത്രമായിട്ട് ആലപിക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം കടുത്ത വർഗീയത പ്രസരിപ്പിക്കുന്ന ഹിന്ദു ദൈവങ്ങളെ വളരെ ആവേശപൂർവ്വം ചിത്രീകരിക്കുന്ന ഒന്നാണ്. അതൊരു സെക്കുലർ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ അഭികാമ്യമായ ഒരു കാര്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു. ആരുടെ നേതൃത്വത്തിലാ? പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ. ആ പണ്ഡിറ്റ് നെഹ്റുവിന്റെ പേരുപയോഗിച്ചിട്ടാണ് ഇപ്പൊ സതീശൻ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നത്. അത് അദ്ദേഹം കൂടുള്ളവർക്കുള്ള മറുപടിയായിട്ടാണ് അത് കൊടുക്കുന്നത്, അത് വേറൊരു കാര്യം. അങ്ങനെ വന്ദേ മാതരം ആലപിക്കുന്നു. അത് ഒരു പ്രാവശ്യമല്ല, അതിനുശേഷം അത് അസംബ്ലിയിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കുന്നു. BJP അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ?
ശ്രീ രാജേന്ദ്രൻ സാറെ. രണ്ടാമത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളം കേട്ടിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളത്തിൽ ജാതിവാല് മുറിച്ചെറിയുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട. മന്നത്ത് പത്മനാഭൻ പോലും ആ സാമൂഹ്യ സന്ദർഭം, ചരിത്ര സന്ദർഭത്തെ ഞാൻ ഇവിടെ സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മന്നത്ത് പത്മനാഭൻ പോലും, അതുകൊണ്ട് ഒരാളിന്റെ പേരിനോടൊടുവിൽ ജാതിവാലുണ്ടെങ്കിൽ അദ്ദേഹം ജാതി ചിന്താഗതിക്കാരനാണെന്നല്ല പറയുന്നത്. പക്ഷെ ജാതിവാൽ ഉപയോഗിക്കാതിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ജാതിവാലിനെ ഉയർത്തിപ്പിടിക്കുന്നു. സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് നിശ്ചയിച്ചത് VD സതീശൻ എന്ന ആളിനെയാണ്. പക്ഷെ സത്യപ്രതിജ്ഞ ചെയ്ത് പുറത്തു വന്നത് VD സതീശൻ മേനോൻ എന്ന ആളാണ്. എന്തിനാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹം ജാതിവാലി മുന്നോട്ട് വെച്ച് നിങ്ങൾ കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്തോ? നിങ്ങളെ പോലെ ശുദ്ധാത്മകളായിട്ടുള്ള കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികൾ ചർച്ച ചെയ്തോ? കാരണം അത് ചങ്ങനാശ്ശേരിക്ക് കൊടുത്ത മുന്നറിയിപ്പാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് NSS നിൽക്കുന്നതെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടിയ നായരാണ്. അതായത് രമേശൻ നായരല്ല, ഞാൻ സതീശൻ മേനോനാണ്. സാമ്പ്രദായിക രീതി അനുസരിച്ച് നമ്മുടെ നാട്ടിൽ പണ്ട് രാജാക്കന്മാർ നായർ വിഭാഗത്തിന് പതിച്ചു കൊടുത്തതാണ് ഈ മേനോൻ, ഉണ്ണിത്താൻ, പിന്നെ ഉണ്ണി, നായർ, പിള്ള എന്നൊക്കെയുള്ള പേരുകൾ. അതിൽ കൂടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ നായരല്ലാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രിയാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ബഹളങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല എന്ന സൂചന കൂടി കൊടുക്കുകയും കേരളത്തിലെ ജാതി ചിന്താഗതിക്കാർക്ക് അതൊരു സന്ദേശമായിട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിലെ എല്ലാ ഉയർന്ന പോസ്റ്റിലും, ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടത്തിയ വാചകം ആവർത്തിച്ചാൽ, കേരളം ഭരിക്കുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ് മുഖ്യമന്ത്രി, ലീഗാണ് അടുത്ത പോസ്റ്റ്, മറ്റു ഘടകകക്ഷികളുണ്ട്. പക്ഷേ കേരളത്തിലെ എല്ലാ ഉയർന്ന പോസ്റ്റുകളിലും അധികാരത്തിലിരിക്കുന്നത് BJP നിർദ്ദേശിച്ച ആളുകളാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ലായേഴ്സ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് കണ്ടായിരുന്നോ? ലായേഴ്സ് കോൺഗ്രസിന്റെ സ്റ്റേറ്റ്മെന്റ് രാജേന്ദ്ര സാർ കണ്ടോ? അപ്പോ കോൺഗ്രസിനകത്ത് ഇതിന് പറ്റിയ വക്കീലന്മാരെ കിട്ടുന്നില്ലേ? നിങ്ങളുടെ എത്ര വക്കീലന്മാരാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നത്? അവരെ ആരെയും നിങ്ങൾക്ക് ഗവൺമെന്റ് ബിൽഡറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? 13 അധിക പോസ്റ്റ് സൃഷ്ടിച്ചു. ഇത് ഇടതുപക്ഷമായിരുന്നെങ്കിലോ? ഇടതുപക്ഷം 13 അധിക പോസ്റ്റ് സൃഷ്ടിച്ച് അതിൽ ഏതെങ്കിലും ഒരാൾ ആളിന്റെ അയലത്ത് താമസിക്കുന്നത് ABVP-യിലോ BJP-യിലോ പ്രവർത്തിച്ച ആള്, അയാളാവണ്ട, അയാളുടെ അയലത്ത് താമസിച്ചാൽ മതി. BJP-യുടെ അയലത്തുകാരനെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു വലിയ പ്രിവിലേജ് ഉണ്ട് കേരളത്തിൽ കേട്ടോ. 2-3 വലിയ പത്രങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്ത് ചെയ്താലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പത്രങ്ങൾ. പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം കൊടുക്കാതിരിക്കുകയും VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അത് 1-ാം പേജിൽ കൊടുക്കുകയും ചാനലിന്റെ പ്രൈം ടൈം ന്യൂസ് ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രിവിലേജ് നിങ്ങൾക്കുണ്ട്. ആ പ്രിവിലേജിന്റെ ബലത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് PMC നടപ്പിലാക്കുന്നത് BJP സർക്കാരിന് വേണ്ടിയാണ് എന്ന് വാദിച്ച നിങ്ങൾ എന്തേ PMC-യുടെ കാര്യത്തിൽ ഇപ്പൊ യൂട്ടേൺ എടുത്തു? എന്താണ് ലീഗിന്റെ നേതാക്കൾ പറഞ്ഞത്? PMAY-യുടെ പേരിൽ നരേന്ദ്രമോദിയുടെ ലോഗോ വെച്ചെന്ന് കരുതി എന്താ കുഴപ്പമെന്ന്, അല്ലേ? വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി വെള്ളാപ്പള്ളിയുടെ കാല് പിടിച്ചു ഒരു വനിതാ മന്ത്രി, അക്ഷരാർത്ഥം ലിറ്ററലി കാലെ തൊട്ടു തൊഴുതിട്ട് പറഞ്ഞത് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ക്ഷീരദിന ആശംസകൾ എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ കളിയാക്കി. അപ്പോ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയാൽ അത് ഡീല്. ഇനി വെള്ളാപ്പള്ളിയെ ഈ കാറിൽ കയറ്റിയതിന്റെ പേരിൽ ഡീല് പറയുമ്പോ വെള്ളാപ്പള്ളിയുടെ 10 ഇരട്ടി വർഗീയത പറയുന്ന ഒരു വനിതയല്ലേ ശ്രീമതി ശശികല, അല്ലേ? ആ ശശികല ഇന്നലെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആദരിച്ചപ്പോ, ശരിയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു സംഘടനയ്ക്കോ മുഖ്യമന്ത്രിയെ പോയി കാണാം, ആർക്കാ തർക്കം? വെള്ളാപ്പള്ളി ഒരു 100 മീറ്റർ അപ്പുറത്തേക്ക് നടന്നു പോകുമ്പോ കാറിൽ കയറിയതിനെ നിങ്ങൾ BJP ഡീലായിട്ട് ആരോപിച്ചപ്പോ, ശശികലയെ പോലുള്ള കേരളത്തിൽ ഒരു വർഗീയവാദി, അത് ഇസ്ലാം തീവ്രവാദി ആയിക്കൊള്ളട്ടെ, കാസക്കാരായിക്കൊള്ളട്ടെ, RSS ആയിക്കൊള്ളട്ടെ, ശശികലയെ പോലെ വർഗീയത പ്രസംഗിക്കുന്ന ഒരാളും കേരളത്തിലില്ല. അത് തനി നോർത്ത് ഇന്ത്യൻ പതിപ്പാണ്. പ്രജ്ഞാ സിംഗിന്റെ ഒക്കെ മോഡലാണ് ശശികല. അത്തരം ഒരാളെ വിളിച്ച് ആദരിച്ചതിനെ എന്താ ചർച്ച ചെയ്യാത്തെ? എന്താ ഡീലായിട്ട് ആരോപിക്കാത്തെ? അപ്പോ എന്ത് ഏർപ്പാടാണിത്? ഈ രൂപത്തിലല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നത്. അപ്പോ മറഡോണ കൈകൊണ്ട് ബാളടിച്ചിട്ടാൽ അത് ദൈവത്തിന്റെ കൈ, മാർക്സിസ്റ്റുകാരടിച്ചിട്ടാൽ അത് ഫൗള്. ആ ഏർപ്പാട് വേണോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോ തനി സംഘി സർക്കാരായിട്ട് VD സതീശൻ ഈ സർക്കാരിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്.
തീർച്ചയായും ഞാൻ എം ജയചന്ദ്രനിലേക്ക് കൂടി പോകുന്നു. ഞാൻ ശ്രീ രാജേന്ദ്രൻ പന്തളത്തേക്ക് തിരിച്ചെത്താം. ശ്രീ എം ജയചന്ദ്രൻ, അനൂപ് വി ആർ, അതായത് കോൺഗ്രസിൻ്റെ വക്താവായി ചാനലുകളിൽ അടക്കമെത്തുന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്: ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന സീനിയർ ഗവൺമെൻറ് പ്ലീഡർ തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ സംഘപരിവാർ വിദ്യാർത്ഥി സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു എന്നത് ആ കാലഘട്ടത്തിൽ അവിടെ പഠിച്ച, സംഘടനാ പ്രവർത്തനം നടത്തിയ ഞാനുൾപ്പെടെ എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതായത് അനൂപ് വി ആറിന് ഉൾപ്പെടെ KSU കാലഘട്ടം മുതൽ സമരസംഘടനാ പ്രവർത്തനങ്ങളിൽ ഭാഗമായി പോലീസിൻ്റെയോ രാഷ്ട്രീയ പ്രതിയോഗികളുടെയോ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോഴും കോൺഗ്രസ്സുകാരുടെ കേസുകൾ ഫീസ് നോക്കാതെ വാദിക്കുന്ന നിരവധി പേർ ഉള്ളപ്പോൾ സീനിയർ ഗവൺമെൻറ് പ്ലീഡർ പോലെ ഒരു സുപ്രധാന പദവിയിലേക്ക് നേരത്തെ പരാമർശിച്ച വ്യക്തിയെ എന്ത് പ്രാഗൽഭ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചതെന്ന് നിയമനം നടത്തിയവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം വസ്തുതകൾ എണ്ണി ഘട്ടം ഘട്ടമായി അക്കമിട്ട് നിരത്തി പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തു തോന്നുന്നു ശ്രീ എം ജയചന്ദ്രൻ? അജിംഷാദെ, എനിക്ക് പിന്നെ അനൂപ് സുഹൃത്താണ്. അനൂപിന് വി ആർ അനൂപിനോട് പറയാനുള്ളത് ഒരു കാര്യം: അനൂപെ പിന്നെ കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി കൂടിയായ വി ഡി സതീശൻ അവതരിപ്പിച്ചത്. സ്വാഭാവികമായും സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം വരും. രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പ്രതികരണം വന്നു. ഈ സംസ്ഥാന ബജറ്റിനുള്ള പ്രതികരണമായി എന്തായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രതികരണം? ശ്രദ്ധിച്ചില്ലേ? കേരളം ചർച്ച ചെയ്തില്ല, അത് വേറെ കാര്യം. പിന്നെ ശ്രദ്ധിച്ചില്ലേ അദ്ദേഹം പറഞ്ഞത്? രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള കേരളത്തിൻ്റെ വികസന മാതൃകയാണ് സതീശൻ്റെ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ, പൂർണ്ണമായും അതിനെ പിന്താങ്ങുന്നു. പരസ്യ പ്രസ്താവനയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ. ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള കേരളത്തിൻ്റെ വികസന ആശയങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതിനെ പൂർണ്ണമായും ഞങ്ങൾ പിന്താങ്ങുന്നു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് നാണം തോന്നിയോ? പന്തളം രാജേന്ദ്രന് നാണം തോന്നുമെങ്കിൽ അദ്ദേഹം ഇനി പറയുകയാണ് വേണ്ടത് ചർച്ചയിൽ. പക്ഷെ കേട്ടിട്ട് എനിക്ക് ചളിപ്പ് തോന്നി. ഇങ്ങനെയൊക്കെയാണോ ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടി? അല്ല, അദ്ദേഹം കോൺഗ്രസ് നേതാവാന്ന് ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് സഹയാത്രികനായതുകൊണ്ട് പറയുകയാണ്. കാരണം കോൺഗ്രസ് ഈ വിഷയമാണെങ്കിൽ ചർച്ചയ്ക്ക് ആളെ വിടില്ല എന്ന് തന്നെ അറിയിച്ചു. ഒരു അട്ട നമ്മുടെ ശരീരത്തിൽ അല്ല, അതെ, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിലൊരു അട്ട അഴിഞ്ഞു പോകുന്ന പോലെ തോന്നും ഈ വർത്തമാനം കേട്ടാലേ. BJP പ്രസിഡന്റിൻ്റെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അതേ ആശയങ്ങളാണ് മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി ബജറ്റിലൂടെ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് അതിനെ പരിപൂർണമായി പിന്താങ്ങുന്നു എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ട് അക്ഷരം മൊഴിയാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഈ നേരം വരെ ഒരു സമയവും കിട്ടിയില്ല. എന്താണത് സൂചിപ്പിക്കുന്നത് അജിംഷാദെ? എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഈ ബജറ്റിനെ പിന്താങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ കളിയാണോ? ബജറ്റിനെ പിന്താങ്ങുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം പിന്നെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ BJP പ്രസിഡന്റ് സംസ്ഥാന ബജറ്റിനെ സമ്പൂർണ്ണമായി പിന്താങ്ങുന്നെന്ന് പരസ്യമായി പറഞ്ഞാൽ BJP അതിനെ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏറ്റു പറയണമെങ്കിലോ, അങ്ങനെ ഏറ്റു പറയണമെങ്കിൽ ആ പാർട്ടിയുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ തങ്ങളുടെ ആശയഗതികൾ മുൻപ് തന്നെ ഷെയർ ചെയ്തിരിക്കണം. ഷെയർ ചെയ്യാതെ അത് കഴിയില്ല. അപ്പോൾ അവിടെയാണ് മറ്റൊരു പ്രശ്നം വരുന്നത്. ഞാൻ ഈ ഡോക്ടർ ഗോപനും രാജേന്ദ്രൻ പന്തളവും രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാതെ മറ്റൊരു ഭാഗം പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം പറയുന്നത് കേട്ടോ. അപ്പം എന്താണ് പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ. സ്വകാര്യവൽക്കരണത്തിൻ്റെ അടുത്ത കേളീരംഗമായി കേരള സംസ്ഥാനത്തെ മാറ്റാൻ സംസ്ഥാന സർക്കാർ പരിപൂർണമായി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പൂർണ്ണമായ പിന്തുണയ്ക്കൽ. നമ്പർ 1. ഇതിനെ സംബന്ധിച്ച് അതിന് മുൻപ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു കേട്ടോ. പിന്നെ അത് പറഞ്ഞത് 2021 ഫെബ്രുവരി 24-നാണ്. ഒരു വെബിനാറിലാണ്. ആ കാലം അങ്ങനെയായിരുന്നല്ലോ, വെബിനാറുകളുടെ സൂം മീറ്റിങ്ങുകളുടെ കാലമാണല്ലോ. പിന്നെ അന്ന് അദ്ദേഹം പറഞ്ഞത്, ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ്. ഗവൺമെൻറ് പണി കച്ചവടം നടത്തലല്ല. ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ്
ടു ബി ഇൻ ബിസിനസ് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം 2021-22 2.5 കോടി രൂപയുടെ സ്ഥാപനങ്ങൾ വിറ്റഴിക്കും. അടുത്ത വർഷം 22-23 1.25 കോടിയുടെ സ്ഥാപനങ്ങളും വിറ്റഴിക്കും. ഒന്നും നടന്നില്ല, അത് വേറൊരു കാര്യം. ആ ചരിത്രത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് ഡിറ്റോയായിട്ട് പകർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്? ബജറ്റ് പ്രസംഗം കഴിഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് അഭിസംബോധന സംസാരിച്ചില്ല വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വകാര്യവൽക്കരണം നിഷേധിക്കാൻ കഴിയില്ല, സ്വകാര്യവൽക്കരണം നമുക്ക് പരിഗണിക്കേണ്ടി വരും, പക്ഷേ കണ്ടീഷൻസ് ഉണ്ടാവും. ഇതാണ് മുൻകൂട്ടി പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആശയത്തോട് പ്രധാനമന്ത്രിയുടെ ആശയത്തോട് നേരിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ BJP പ്രസിഡന്റ് അതിനെ അക്നോളജ് ചെയ്യാതിരിക്കും? ശ്രീ രാജേന്ദ്രൻ പന്തളം. അതുകൊണ്ടാണ് BJP പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ ആശയഗതികളാണ്, വികസന സ്വപ്നങ്ങളാണ് കേരള ബജറ്റിൽ വന്നിരിക്കുന്നത്, പരിപൂർണമായി പിന്താങ്ങുന്നു. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ കേരളത്തിലെ UDFോ കോൺഗ്രസ്സോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ അഡ്രസ്സ് ചെയ്യാൻ മുതിർന്നിട്ട് പോലുമില്ല ഇതുവരെ. നാളെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുമില്ല. പക്ഷേ അജിംഷാദ് സൂചിപ്പിച്ച, ഡോക്ടർ PK ഗോവൻ സൂചിപ്പിച്ച മാധ്യമങ്ങളുടെ പരിലാളനം നിങ്ങൾക്ക് ആവോളം കിട്ടുന്നുണ്ട്. ആ പരിലാളനം കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത് ഇപ്പം നിലവിലുള്ള UDF സർക്കാരിൻ്റെ ഇത്രയും ദിവസമായതല്ല പ്രശ്നം. അവതരിപ്പിച്ച ബജറ്റിനെ എങ്ങനെയാണ് മാധ്യമങ്ങൾ നോക്കിക്കണ്ടത്? ഞാനീ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരു പരാമർശം വന്നതായിട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇല്ല. കാരണം മാധ്യമങ്ങളുടെ പരിലാളന ആവോളം കൊടുക്കുകയാണ്. ഇപ്പോഴും അവർക്ക് വേണ്ടത് ആരെയാണ്? ഇപ്പോഴും അവർക്ക് വേണ്ടത് LDFനെയാണ്, പിണറായി വിജയനെയാണ്. വലത് ആശയങ്ങൾ കോൺഗ്രസ് UDF ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വസ്തുതകളെ മറച്ചുവെച്ച് കൊടുക്കുന്നു എന്നത് മാത്രമല്ല മാധ്യമങ്ങളുടെ ദൗത്യമായി ഇപ്പോൾ കാണുന്നത്. ഇതിന് മറുപടിയായി പ്രതിപക്ഷ രാഷ്ട്രീയം ഉയർത്തുന്ന വസ്തുതാപരമായ കാര്യങ്ങളെ മറച്ചു പിടിക്കുക കൂടി ചെയ്യുന്നു. അതിൻ്റെ ഉദാഹരണം ഏറ്റവും ഒടുവിലുണ്ട്. താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ ആ നിരീക്ഷണത്തിൽ അത് വരേണ്ടതുമാണ്. അല്ല, ഞാനതിലേക്ക് വരികയായിരുന്നു അജിംഷാദെ. ഇന്നലെ പിണറായി വിജയനെ ഡൽഹിയിൽ അദ്ദേഹം AKG ഭവനിലേക്ക് പോകാൻ കാറിലേക്ക് കയറുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ഭാഷയിൽ ഈ കോലും കൊണ്ട് ചെന്നു. അപ്പോൾ കാറിലേക്ക് കയറുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാല് പുറത്താണ്, അത് അകത്തേക്ക് വെക്കാൻ സമ്മതിക്കാതെ അകത്തേക്ക് തള്ളി കയറുകയാണ്, ഡോറ് അടയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും കാല് വെക്കാൻ പോലും സമ്മതിക്കില്ലേ? അപ്പോൾ ഇവർക്ക് വേണ്ടത് എന്താണ്? ഇവർക്ക് വേണ്ടത് CPMൽ വിഭാഗീയതയുണ്ടോ? ആളിക്കത്തുന്ന വിഭാഗീയതയ്ക്ക് എന്താണ് താങ്കളുടെ മറുപടി? ഈ ചോദ്യത്തിന് മറുപടി പറയിപ്പിക്കാണ് ലക്ഷ്യം. അതേസമയം 2 ദിവസം മുമ്പാണ് അദ്ദേഹം വയനാട്ടിൽ ചെന്നത്, ദുരന്തബാധിതരെ കാണാനായിട്ട് ചെന്നത്. 52 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കൈരളി മാത്രമാണ് ലൈവ് കൊടുത്തത്. ഏഷ്യാനെറ്റ് കൊടുത്തത് 0 മിനിറ്റ്, റിപ്പോർട്ടർ ചാനൽ കൊടുത്തത് 0 മിനിറ്റ്, 24 ന്യൂസ് കൊടുത്തത് 0 മിനിറ്റ്, മനോരമ ന്യൂസ് 2 മിനിറ്റ്, മാതൃഭൂമി 4 മിനിറ്റ്. ഇങ്ങനെയാണ് പരമാവധി കൊടുത്ത ആ ദൈർഘ്യം ആ വാർത്താ സമ്മേളനത്തിൻ്റെ. എന്താണ് അതിനകത്ത് വാർത്താ സമ്മേളനത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ വസ്തുതകൾ നിരത്തി അതിനെ പൊളിച്ചടുക്കി കൃത്യമായി മറുപടി പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ് മറച്ചു പിടിച്ചത്. അതുകൂടി പറയണം ശ്രീ ജയചന്ദ്രൻ. അല്ല, അതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ഈ പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് അത് മുഴുവൻ മറച്ചു പിടിച്ചത്. പക്ഷേ ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. അജിംഷാദ് ആദ്യം സൂചിപ്പിച്ചല്ലോ, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഒന്ന് തുമ്മിയാൽ ആ തുമ്മലിൻ്റെ ആഘാതത്തിൽ അന്നത്തെ സർക്കാർ തെറിച്ചു പോകും എന്ന് വ്യാഖ്യാനിച്ചവരായിരുന്നല്ലോ മാധ്യമ പടുക്കളെല്ലാം അന്നത്തെ എല്ലാം ലൈവായിട്ട് തന്നെ എല്ലാം കാണിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതേ സംബന്ധിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയാനുള്ളത് എന്താണ്, അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി പറയുന്നത് എന്താണെന്ന് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന്. ആ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന അവകാശം എന്തുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ് അതിൻ്റെ അകത്ത് മുമ്പോട്ട് വരുന്ന കാര്യം. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തെ അവസാനിപ്പിക്കാം അജിംഷാദെ. ഡോക്ടർ ഗോപൻ പറഞ്ഞല്ലോ വന്ദേമാതരത്തിൻ്റെ പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയുമോ? 1952 ജനുവരി 24 കൃത്യമായി ജനുവരി 24 കാര്യം 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസമാണ് റിപ്പബ്ലിക് ദിന ദിവസം. അപ്പോൾ 52 ജനുവരി
24-ന് പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ് പ്രഖ്യാപനമുണ്ടാവുന്നത്. ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിക്കുന്നു. ദേശീയ ഗീതമായി വന്ദേ മാതരം എന്ന കവിതയുടെ ആദ്യ 2 സ്റ്റാൻസയും അംഗീകരിക്കുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിശ്ചയിച്ച് എഴുതി വച്ചിട്ടുള്ളതാണെന്ന്. ഇതാണ് സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞയിലടക്കം അസംബ്ലിയിലടക്കം ലംഘിച്ചത് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ലംഘനം നഗ്നമായി നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഭരണഘടനാ ലംഘനം വേറെ വല്ല നടത്താനുണ്ടോ? നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് ഇപ്പോഴും അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. നേരത്തെ അങ്ങനല്ല അവകാശപ്പെട്ടത്, യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അവകാശപ്പെട്ടത്. അതിപ്പോൾ ഏതായാലും മാറ്റി, ഇപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി. എന്നിട്ട് ഇപ്പോഴോ ഈ ഭരണഘടനാ ലംഘനത്തിന് എന്താണ് മറുപടി ഉള്ളത്? ഓരോന്നിനും രാജേന്ദ്രൻ പന്തളത്തിന് മറുപടി പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതെ പോകാൻ കഴിയില്ല, അതാണ് കാര്യം. ആ പ്രശ്നം കേരളം കാണുന്നുണ്ട്, ഇന്ത്യയും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഓർക്കണം, BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല കേരളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് കെ സി വേണുഗോപാൽ ആരെയാണ് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്? നമ്മളെ ആരുമല്ല, VD സതീശൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ മാത്രമല്ല, PM നിയാസിന്റെ വ്യക്തിപരമായ വിഷയമല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ വിഷയമല്ല. PM നിയാസിന് മാത്രമല്ല, KC വേണുഗോപാലിന് തോന്നുന്നുണ്ട്, VR അനൂപിന് തോന്നുന്നുണ്ട്, കോൺഗ്രസ്സുകാരിലെ വലിയൊരു സംഘത്തിന് തോന്നുന്നുണ്ട്, കോൺഗ്രസ്സുകാരുടെ വക്കീലന്മാരുടെ സംഘടനയ്ക്ക് തോന്നുന്നുണ്ട്. അതാണ് നേരത്തെ PK ഗോപൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും തോന്നുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിന് കുടപിടിക്കാൻ ചില വലതുപക്ഷ മാധ്യമങ്ങളുണ്ട് എന്നതിൻ്റെ ധൈര്യം കൂടി മുഖ്യമന്ത്രി VD സതീശൻ പ്രതിഫലിക്കുന്നു. പക്ഷേ മുറം കൊണ്ട് സൂര്യനെ തടുക്കാനാകില്ല, വസ്തുതകളെ ആ അർത്ഥത്തിൽ മറച്ചു പിടിക്കാനാകില്ല. ശ്രീ രാജേന്ദ്രൻ പന്തളം. തീർച്ചയായിട്ടും ഞാൻ ഒട്ടും രാഷ്ട്രീയ താല്പര്യം കൂടാതെ തന്നെ നമ്മുടെ നാടിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു കാര്യം പറയും. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നേരത്തെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന മാവോ സെ തൂങ് പറഞ്ഞൊരു കാര്യം, എലിയെ പിടിക്കുമെങ്കിൽ നമ്മൾ പൂച്ചയുടെ നിറം നോക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടന പറഞ്ഞു, ഒരുപാട് എതിർപ്പുകൾ പ്രകടിപ്പിച്ചു, ഞങ്ങളെ എന്താ ആക്കാത്തത് എന്നുള്ള പരാതി അവരിൽ നിന്ന് വന്നു. സ്വാഭാവികമാണ്, അവർക്ക് ഈ പോസ്റ്റുകളിൽ ഇരിക്കണം. പക്ഷേ നമ്മൾ എന്താണ് ഈ സ്റ്റാൻഡിംഗ് കൗൺസിലുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേ ഗവൺമെന്റിന് വേണ്ടി കേസുകൾ ജയിക്കുകയും കഴിഞ്ഞ കുറെ കാലങ്ങളിൽ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഭരണകാലത്ത് പിടിപ്പുകേട് കൊണ്ട് ഈ കോൺസൽമാരുടെ പിടിപ്പുകേട് കൊണ്ട് എത്ര കേസുകളാണ് സ്വകാര്യ വ്യക്തികളോട് നമ്മൾ തോറ്റു കൊടുത്തിരിക്കുന്നത്? എത്ര കോടിയുടെ മണ്ണും പണവുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? അതിന് സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തുന്ന വക്കീലന്മാർ മാത്രമേ പ്രാഗൽഭ്യമുള്ളവരുള്ളൂ. കോൺഗ്രസ് രാഷ്ട്രീയം ഉയർത്തുന്ന വക്കീലന്മാരിൽ പ്രാഗൽഭ്യമുള്ളവരില്ലേ? ശ്രീ രാജേന്ദ്രൻ പന്തളം, എന്തൊരു വിചിത്രവാദമാണ്. പക്ഷേ ഒറ്റ ചോദ്യം അവസാനമായി, അതായത് അത് എഫിഷ്യന്റും പ്രൊഫഷണലുമായിട്ടുള്ള ഒരു വക്കീലാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മൾ അവിടെ നോക്കേണ്ട, ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഗവൺമെന്റ് കേസ് ജയിക്കുക എന്നുള്ളതല്ലേ പ്രധാനം. ഈ ജയചന്ദ്രൻ സാർ വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ്, അതൊരു ഘടകമല്ലേ? നമ്മൾ കേസെല്ലാം തോറ്റു കൊടുക്കണം? നമുക്ക് കേസിനെ പറ്റി പഠിക്കാതെ പോയി വാദിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെയാണോ? നമ്മളൊരു പ്രൊഫഷണലിസം ഇതിൽ കൊണ്ടുവരണ്ടേ? രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അത് നഷ്ടപ്പെടില്ലേ? ജയചന്ദ്രൻ സാറിന് അറിയായിരിക്കും, അത് അദ്ദേഹത്തിന് സമ്മതിക്കാൻ കഴിയില്ല. ഇത് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ മറ്റൊരു കാര്യം കൂടെ നോക്കൂ, എഫിഷ്യൻസിയുടെ കാര്യം വെച്ച് തന്നെ പറയാം. കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ ആണല്ലോ, സബ്ജക്ട് ടു കറക്ഷൻ. അദ്ദേഹത്തിന്റെ നിയമനത്തെ പറ്റി ഏതെങ്കിലും പരാതി വന്നിട്ടുണ്ടോ? അദ്ദേഹം CPM കാരൻ തന്നെയാണ്, പക്ഷെ അത് വെച്ചൊരു രാഷ്ട്രീയ ആരെങ്കിലും പറയുന്നുണ്ടോ? അദ്ദേഹം സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള MP-യുടെ സഹോദരനാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുന്നതിൽ ആരും അഭിപ്രായ വ്യത്യാസം പറയില്ല. കാരണം എന്താണ്? അദ്ദേഹം അത്രമാത്രം കഴിവുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതുപോലെ കഴിവുള്ളവർ വരട്ടെ. രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എലിയെ പിടിക്കുകയില്ല. അതിന്റെ നഷ്ടം ഈ അതായത് താങ്കൾ ഈ വിഷയങ്ങളെ ഒരു ഗവൺമെന്റ് പ്ലീഡർ എന്ന അർത്ഥത്തിൽ ഉള്ള സാങ്കേതികത്വത്തിലേക്ക് മാത്രം ചുരുക്കുകയാണ്. എന്തുകൊണ്ട് SIR നടപ്പാക്കാൻ ഉത്സുകത കാട്ടിയ ഖേൽക്കറെ, അതായത് സുവേന്ദു അധികാരിയുടെ മാതൃകയിൽ, ബംഗാളിലെ BJP മുഖ്യമന്ത്രിയുടെ മാതൃകയിൽ
ആ കേൽക്കര തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കി മാറ്റുന്നു. ഒന്ന്, ശേഷാദ്രിനാഥൻ എന്ന ആളിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി സർക്കാർ ശുപാർശ ചെയ്യുന്നു. ആ ഫയലിൽ ഡിജിറ്റൽ ഒപ്പായി ദ്രുതഗതിയിൽ ധൃതി പിടിച്ച് ഗവർണർ ഒപ്പിടുന്നു. മനസ്സിലാക്കണം താങ്കൾ. പിന്നീടാണ് ഓരോ ഘട്ടങ്ങളിലും വരുന്ന ഈ മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തേതാണ്. നോക്കൂ, കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ സർക്കാർ നോമിനേറ്റ് ചെയ്ത പട്ടികയിൽ ഒന്നാമൻ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആൾ. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അതാണ് ഇപ്പോൾ ഈ DS ശരത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ പോക്കിൻ്റെ രാഷ്ട്രീയമാണ് വായിച്ചെടുക്കുന്നത്. അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് ആർക്കും പ്രൊഫഷണൽ മികവില്ല, അതുകൊണ്ട് മികവുള്ള സംഘപരിവാറിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്നതിൽ എന്താണ് കുറ്റമെന്ന് താങ്കൾ ചോദിക്കുന്നു. ആ സാങ്കേതികത്വത്തിലേക്കല്ല കാര്യങ്ങളെ ഒതുക്കേണ്ടത്. ഞാനാണ് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. ഇതിനകത്ത് സ്ഥിരമായിട്ട് ഒരു രാഷ്ട്രീയം കടന്നു വരുന്നുണ്ടെങ്കിൽ, സംഘപരിവാർ പ്രേമം ഈ നിയമനങ്ങളിലെല്ലാം പൊതുധാരയായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UDF അത് താങ്കൾക്ക് തോന്നുന്നില്ല ഇപ്പോഴും? ഇത് ഞങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. താങ്കൾക്ക് അത് തോന്നുന്നില്ല? തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിച്ചെങ്കിലല്ലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്നുള്ളത്. സ്ഥാപിതമാണെങ്കിൽ നല്ല പാർട്ടിക്കാരെ ശ്രീ ഡോക്ടർ PK ഗോപൻ, അത് അദ്ദേഹം വളരെ നിഷ്പക്ഷനായ ഒരു മാധ്യമ നിരീക്ഷകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ അത്തരം ഒരു വാദം മുമ്പോട്ട് വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, ഞാനൊരു നിരീക്ഷണമായി ആരോഗ്യപരമായി മുമ്പോട്ട് വെക്കുകയാണ്. ശ്രീ PK ഗോപൻ, അങ്ങനെയാണോ? എഫിഷ്യൻസി ഉള്ളവരെ എടുക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം? നാളെ ഒരുപക്ഷെ മന്ത്രിമാർക്ക് എഫിഷ്യൻസി ഇല്ലെന്ന് പറഞ്ഞ് എഫിഷ്യൻസി ഉള്ള BJP മന്ത്രിമാരെ എടുക്കാം എന്നാണോ? BJP MLA-മാരെ എടുക്കാം എന്നാണ്? ഈ ഇഴജന്തുക്കളെ തല്ലിയിട്ടിട്ട് അവസാനം വാലിനൊരു അനക്കം വരുമ്പോൾ അടിച്ചു കൊല്ലുന്നത് പോലെ തന്നെയാണ് ഈ വിഷയത്തിൽ പരിക്കേറ്റ് കിടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. പല നിങ്ങൾ നേരത്തെ പറഞ്ഞ പേരുകൾ ഉൾപ്പെടെ പല പേരുകാർ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവരുടെ ജനറൽ സെക്രട്ടറിമാർ ഉയർത്തുന്നു, അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഓർമ്മിപ്പിക്കുന്നു, അവരുടെ പ്രാദേശിക പ്രവർത്തകര് വക്കീലന്മാരായിട്ട് നിൽക്കുന്നവരൊക്കെ GP-മാരായിട്ട് വരാൻ, ഗവൺമെന്റ് പ്ലീഡേഴ്സ് ആയിട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നവരെല്ലാം ചേർക്കുമ്പോൾ അവരോട് പറയുകയാണ്, രാജേന്ദ്രൻ സാർ, ഇത് വായിക്ക് കൊള്ളിക്കാവുന്നവർക്കുള്ള പോസ്റ്റാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാർക്കുള്ള പോസ്റ്റ് അല്ല എന്നാണ് മലയാളം പറഞ്ഞത് അല്ലേ? അദ്ദേഹം വിശദീകരിച്ചതിന്റെ അർത്ഥം അതാണ്. ഇത് എഫിഷ്യൻസി ഉള്ളവർക്ക് വേണ്ടി. അതിന് അദ്ദേഹം കൂട്ടുപിടിക്കാൻ പോയത് ഗോപാലകൃഷ്ണകുറുപ്പ് സാറിനെയാണ്. ഇവിടെ വിഷയം സംഘി ബന്ധമാണ് സാർ പ്രശ്നം. അതായത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി മുതൽ ഇലക്ഷൻ കമ്മീഷൻ വരെ ഉള്ളവരെ സംഘികൾ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നതെന്നാണ് ഞങ്ങൾ കൃത്യമായിട്ട് ആരോപിക്കുന്നത്. അല്ലാതെ ഇത് സതീശന് ഒരു രാത്രി തോതിയ ഉൾവിളിയല്ല. നിങ്ങൾ ഈ പറഞ്ഞത് RV ബാബുവും ശശികല എല്ലാം പോയി കാണുന്നത്, ഇന്നലെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് കേരളത്തിന്റെ പൊതു പ്രശ്നങ്ങളാ. അങ്ങനല്ല. ഓരോ പോസ്റ്റിലേക്കും സംഘികളുടെ ലിസ്റ്റ് കൂടെ കൊടുക്കാനായി പോകുന്നതല്ല. അവര് തമ്മിൽ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ധാരണയാണത്. ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും BJP-യുടെയും പൊതു ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടെ എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്തത്. ആ ചർച്ച അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയമായി നല്ല മത്സരം നടത്തുക. ആ മത്സരം നടത്തി കേരളത്തിൽ. അതിനുശേഷം BJP-ക്ക് A ക്ലാസ് മണ്ഡലങ്ങളിൽ ചിലത് മാത്രം അവർ ശ്രദ്ധിക്കുക, ബാക്കി അവർ ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെ ഒരു 30 മണ്ഡലങ്ങളിലെങ്കിലും ഓരോരുത്തടുത്ത് പറയാം, ഓരോ ജില്ല എടുത്ത് പറയാം, അവിടുത്തെ BJP-യുടെ വോട്ട് കുറഞ്ഞതും BJP-ക്കെതിരായിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്താത്ത കോൺഗ്രസ് MLA-മാർ ഇപ്പോഴും ഉണ്ടത്. ഇപ്പോഴും ഉണ്ട്. ദാണ്ടെ ഞാന് രാജേന്ദ്ര സാറിന്റെ റെഫറൻസിന് വേണ്ടി പറയുക, കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുത്തു. ശ്രീ VD സതീശന്റെ ആ ഇന്റർവ്യൂവിനകത്ത് എവിടെങ്കിലും അങ്ങ് പരിശോധിക്കുക, അങ്ങ് റെഫറൻസിന് വേണ്ടി പറയുന്നത് ഞാൻ പറയാതുകൊണ്ടാ, RSS-നോ BJP-ക്കെതിരായിട്ടൊരു ഷാർപ്പായിട്ട് അറ്റാക്ക് ഇല്ല. അദ്ദേഹം ഫാസിസത്തിനെതിരായിട്ട് പറഞ്ഞത് പോലും തെറ്റായിട്ടാണ് പറഞ്ഞത്. അത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഫാസിസത്തിനെതിരായിട്ട് അദ്ദേഹം 2ാം ലോക മഹായുദ്ധകാലത്തെ പ്രശ്നം പറഞ്ഞത് പോലും ചരിത്രപരമായി തെറ്റാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ പത്രങ്ങൾ ഒരു ഇമേജ് കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം വായിക്കുമെന്ന്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും പറയുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അത് വ്യക്തിപരമായിട്ട് മറ്റു രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നില്ല. അതിരിക്കട്ടെ, അത് നമുക്ക് തർക്കമില്ല കാര്യത്തിൽ, വായിക്കുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ
പിന്നെ RSSനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് പ്രശ്നം. അതിവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷം ഏതെങ്കിലും വിധത്തിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളത്, ഗവർണറുമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ടാണ് ഒരു വൈസ് ചാൻസലറിന്റെ കാര്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടെ ധാരണയിലെത്തിയത്. പക്ഷെ കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്ത് എങ്ങനെ? അതേ ഗവർണറാണ് 19 BJP-ക്കാരെ ഒരു സെനറ്റിൽ മാത്രം പോസ്റ്റ് ചെയ്തു. 19 BJP-ക്കാരെ. എവിടെങ്കിലും നിങ്ങൾ ഈ ചർച്ച കണ്ടോ? കേരള ഇളക്കി മറിക്കില്ലായിരുന്നോ? ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു ചലനം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ലീഗ് എവിടെ? ലീഗ്, കോൺഗ്രസ് അവിടെ ഇരിക്കട്ടെ, മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യാൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പും മുസ്ലിം ലീഗും കൂടെ ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കേരളത്തിലെ മൈനോറിറ്റിയെ സെറ്റ് ചെയ്തെടുത്ത ലീഗ് എവിടെയാ? എന്നിട്ട് പറയുകയാണ് പ്രധാനമന്ത്രിയുടെ ലോഗോ വരുന്നുണ്ട്, എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ലീഗ്. PMC-യിൽ ഒപ്പിട്ടിട്ട് പോയല്ലോ, ഇനി എന്തിനാന്നാ? ഒപ്പിട്ടതിന് ശേഷമാണ് സാർ ഇത് കടലിൽ കളയുമെന്ന് പറഞ്ഞേ, ഇത് ചവിറ്റുകൊട്ടെ കളയുമെന്ന് പറഞ്ഞത്. എന്നിട്ട് പഠിക്കാൻ സബ് കമ്മിറ്റി വെച്ചിരിക്കുക. പഠിക്കാതാണ് ഈ പറഞ്ഞത് മുഴുവനെന്ന് മനസ്സിലായില്ലേ? ഇനി അദാനിയുമായിട്ടുള്ള ബന്ധം, ഞാനൊരു ചെറിയ സമയം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ദേവകി തിലയങ്കോട് എന്ന വളരെ പ്രശസ്തയായ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തകയുണ്ട് കേരളത്തിൽ. അവർക്ക് അവരുടെ ജീവിതകാലത്ത്, കുട്ടിക്കാലത്ത് അവർ വായിക്കാൻ സമ്മതിക്കില്ലായിരുന്നു, അക്ഷരം പഠിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അവരുടെ ആത്മകഥയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്, മാസത്തിൽ 4 ദിവസം അവരെ വീടിന് പുറത്തുള്ള ഔട്ട് ഹൗസിൽ താമസിപ്പിക്കും. അങ്ങനെ താമസിപ്പിക്കുമ്പോൾ അവർ ബ്രദേഴ്സ്, അവരുടെ ആങ്ങളമാരും ബന്ധുക്കളും ആയിട്ടുള്ള പുരുഷന്മാരെടുത്തുകൊണ്ടുവരുന്ന പുസ്തകങ്ങൾ രഹസ്യമായിട്ട് വായിച്ച കൂട്ടത്തിൽ അവരെ ഹഠാത് ആകർഷിച്ച പുസ്തകമാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. ഈ പാവങ്ങൾ വായിച്ചിട്ട് അവർ പറയുന്നത്, ശിവന്റെയും കൃഷ്ണന്റെയും സരസ്വതിയുടെയും ചിത്രത്തിന്റെ ഇടയിൽ ഞാനൊരു സ്പേസ് ഇട്ടിരുന്നു. ആ സ്പേസിൽ ഞാൻ പ്രതിഷ്ഠിച്ചു വെക്കുന്നത് പാവങ്ങളിലെ ബിഷപ്പിനെയാണ്. അതുപോലെ BJP-യുടെ ദേശീയ ആഫീസിൽ ജനറൽ സെക്രട്ടറിക്ക്, ഒരു പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് ഒരു കസേരയുണ്ട്. ആ കസേരയിൽ ആളില്ല. ആ ജനറൽ സെക്രട്ടറി ആരാണെന്ന് രാജേന്ദ്രൻ സാറിന് അറിയാവോ? അദാനി. അങ്ങനെ BJP-യുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് അദാനി. ആ അദാനിയുമായി സന്ധി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് മുഴുവൻ വഹിച്ച ഒരാൾ അദാനിയാ. രണ്ടാമത് സതീശന്റെ മുമ്പിൽ ദേവകി തിലയങ്കോടിന്റെ ഒരു പടം, ദേവകി തിലയങ്കോട് സൂചിപ്പിച്ച അതേ ആശയത്തിൽ പറഞ്ഞാൽ മറ്റൊരു ചിത്രം അദ്ദേഹം വെച്ചിട്ടുണ്ട്, ബെക്കാടി കമ്പനിയുടെ മോലാളിയെ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം സാർ. അപ്പോഴാണ് RSS, നേരത്തെ ജയചന്ദ്ര സാർ കൃത്യമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ പലയിടത്തും പറയുന്നതാണ് ഈ സ്വകാര്യവൽക്കരണത്തിന്റെ അജണ്ടയിൽ ഞങ്ങൾക്ക് ബിസിനസ് നടത്തലല്ല ജോലി എന്ന BJP-യുടെ വാദം. ആ വാദമാണ് കേരളത്തിൽ ഇപ്പോ. ഗവൺമെന്റ് ഇതെല്ലാം കൈയൊഴി അല്ലേ? KSRTC-യിൽ ശമ്പളമില്ല സാർ, പെൻഷൻ കൊടുത്തിട്ടില്ല സാർ മറ്റുള്ളവർക്ക്. 35 ലക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക്, സ്ത്രീകൾക്ക് 1000 രൂപ കിട്ടുന്നത് ഇല്ലാതാക്കിയിട്ടാണ് 600 കോടി രൂപയുടെ യാത്ര എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചത്. മൂന്നാർ പോവാം, മരുമകളുടെ വീട്ടിൽ പോവാം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കഴിഞ്ഞ 50 ദിവസക്കാലത്തെ കേരളത്തിലെ ഭരണം എടുത്ത് പരിശോധിച്ചാൽ BJP നിങ്ങൾക്കെതിരെ സമരത്തിന് വരില്ല. ഒരു ദിവസം മാത്രമേ സമരം ചെയ്തുള്ളൂ. ബസ് യാത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് 4-5 സ്ത്രീകൾ BJP-യുടെ, അന്ന് നിരോധിച്ച് BJP. അപ്പൊ BJP കോൺഗ്രസ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കമന്റ് അറിയാൻ താല്പര്യമുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ കമന്റ് ഷാജിയിലൂടെ എത്തിയതാണ്, മോദിയുടെ പടം വെക്കുന്നതിലെ ഉത്സുകതയുമായി. അതെ, അപ്പോൾ അതാണ് ആ ഡീലിനകത്ത് ഇതൊന്നും ഇല്ലല്ലോ. കാരണം ഈ അധികാരവും മറ്റ് വിഷയങ്ങളുമാണല്ലോ, അല്ലാതെ ഈ പാവങ്ങളുടെ സംരക്ഷണമൊന്നും അല്ലല്ലോ. ന്യൂനപക്ഷത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഈ അവകാശം സംരക്ഷിക്കലൊന്നും അല്ലല്ലോ മുസ്ലിം ലീഗിൻ്റെ ദൗത്യം. നിരവധി ഘട്ടങ്ങളിൽ, ബാബറി മസ്ജിദ് തകർത്ത ഘട്ടങ്ങളിൽ അടക്കം തെളിയിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു എന്നേ ഉള്ളൂ. ശ്രീ M. ജയചന്ദ്രൻ, അതായത് രാഷ്ട്രീയമായി കോൺഗ്രസ് ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ BJP ഭരിക്കുന്നു എന്നുള്ളതാണ് ഒരു ആപ്തവാക്യം പോലെ കോൺഗ്രസിനുള്ളിൽ തന്നെ വിവിധ ഘട്ടങ്ങൾ, ഈ മാസം തികയുന്ന ഘട്ടത്തിൽ തന്നെയാണ്, 1-2 മാസമാകുമ്പോൾ തന്നെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അദാനി വഴി അങ്ങനെ ഈ എന്താണ് ഇവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ, അതും സംഘപരിവാർ രസത്തിൽ ചാലിച്ചത്. ഇപ്പുറത്ത് നിയമനങ്ങളുടെ കാര്യത്തിൽ, ഇനി രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ, കൂടിക്കാഴ്ചകളുടെ കാര്യത്തിൽ അത് ഗോൾവർക്കറിൻ്റെ മുമ്പിൽ തിരി കത്തിച്ചത് മുതൽ നാം കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വശം കൂടുതൽ ഘനീഭവിച്ച ഭാവത്തിൽ ഭരണത്തിൽ പ്രതിഫലിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ VD സതീശനെതിരായി ഇത്തരം ആരോപണങ്ങളെ പല വിധത്തിലുമുള്ള ഗിമ്മിക്കുകളിൽ മറികടക്കാമായിരുന്നു.
സംഘപരിവാർ ഗോൾ വർക്കറിന് മുമ്പിൽ തിരികത്തിച്ച അടക്കം പൊതുജനങ്ങളോട് വിവിധ മേഖലകൾ മുമ്പോട്ട് വെച്ചതാണ്. പക്ഷേ അതിനെയൊക്കെ പല ഗിമ്മിക്കുകളും കാട്ടി മറികടക്കാം. പക്ഷേ ഭരണത്തിലെത്തുമ്പോൾ അത് കൃത്യമായി പെറുക്കിയെടുക്കാവുന്ന തരത്തിലേക്ക് ദൃഢമാവുകയാണ്, സുതാര്യമാവുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും കോൺഗ്രസിനുള്ളിലെ അടുത്ത നീക്കം? കാരണം KC വേണുഗോപാൽ അടക്കം, കാരണം ആലപ്പുഴ താങ്കളുടെ ഒരു തട്ടകമാണ് എന്നത് കൊണ്ട് കൂടിയാണ്, ദേശീയ ജനറൽ സെക്രട്ടറി പോലും, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പോലും ഇത്തരത്തിൽ പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിനുള്ളിലെ ചലനങ്ങൾ? അജിംഷാദ്, ഈ ചോദ്യത്തിന് വലിയ മാനങ്ങളുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് തന്നെ എടുക്കാം. നമുക്കൊന്ന്, ഇപ്പോഴത്തെ ഈ ഹ്രസ്വമായ ചില പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ മാത്രം നിന്നുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അതല്ലെങ്കിൽ നേരത്തെ തന്നെ EMS സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മഹാനായ EMS ഫ്രണ്ട് ലൈനിൽ, ഹിന്ദുവിൻ്റെ ദ്വൈവാരികയാണ്, ഇംഗ്ലീഷ് ദ്വൈവാരികയാണ് ഫ്രണ്ട് ലൈൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലൈൻ വർഷങ്ങൾ, അദ്ദേഹം ഫ്രണ്ട് ലൈനിൽ ദീർഘകാലം കോളം എഴുതിയിരുന്നു. അതിൻ്റെ തിരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ ഒരു മലയാളം പതിപ്പുണ്ട്, എൻ്റെ ഫ്രണ്ട് ലൈൻ വർഷങ്ങൾ എന്ന പേരിൽ. അതിൽ ഒരു ലേഖനത്തിൽ മഹാനായ EMS കൃത്യമായി പറയുന്നുണ്ട്, കേരളത്തിൽ വലതുപക്ഷ ശക്തികൾ ഒന്നിച്ചു നിന്നാൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയില്ല. ഖണ്ഡിതമായിട്ട് പറയുകയാണ് EMS. വലതുപക്ഷ ശക്തികൾ ഒന്നിച്ചു നിന്നാൽ, കേരളത്തിൽ ഒന്നിച്ചു നിന്നാൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയില്ല. 80-ന് ശേഷമുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളാണ് പ്രധാനമായും അദ്ദേഹം അതിനകത്തെടുത്ത് പരിശോധിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. അതേ നിലവാരം തന്നെയാണ് ഈ ഇലക്ഷനിലും കണ്ടത്. ഇതേതാണ്ട് ഈ UDFൻ്റെ മഹത്വമോ മഹിമയോ കൊണ്ട് ജനങ്ങൾ ആകെ വോട്ട് ചെയ്തതാണ് എന്ന തെറ്റിദ്ധാരണയിൽ നടക്കുന്ന ചില കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട് എന്നുള്ളത് കഴിച്ചാൽ വസ്തുത എന്താണ്? ഏറ്റവും കൂടുതൽ, ഞാൻ ഒറ്റ ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ, ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ചയുണ്ടായ ജില്ല ഏതാണ്? 2021-നെ അപേക്ഷിച്ച് 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായ ജില്ല ഇടുക്കിയാണ്. എത്ര % കുറഞ്ഞതെന്നറിയാമോ? 13.15% 2021-ലേതിനേക്കാൾ. അപ്പോൾ കുറേ വ്യാഖ്യാനപ്പെടുക്കളുണ്ട്. CPM-നെയും പിണറായി വിജയനെയും MV ഗോവിന്ദനെ കടന്നാക്രമിക്കാൻ വ്യഗ്രത കൊണ്ട് നിൽക്കുന്നവർ. അവർക്കൊക്കെ മറ്റു കാര്യം, കണ്ണൂർ പ്രശ്നം, പയ്യന്നൂർ പ്രശ്നം, തളിപ്പറമ്പ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷെ അടിസ്ഥാന പ്രശ്നം ഇവിടുന്ന് തന്നെ തുടങ്ങണം. വിലയിരുത്തുന്ന ഉത്തരവാദിത്തോടെ വിലയിരുത്തുന്നവരാണെങ്കിൽ ഈ 13.15 എങ്ങനെ ഇടുക്കിയിൽ LDFനെതിരായി? പക്ഷേ അതേസമയം കണ്ണൂർ എത്രയാണെന്നറിയുമോ? കണ്ണൂർ 9.26 ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ആലപ്പുഴ വരുമ്പോഴേക്ക് അത് 6.17 ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ ഗോപൻ്റെ കൊല്ലത്ത് അത് 7.42. അങ്ങനെ തിരുവനന്തപുരത്ത് 7.11. അങ്ങനെ ഓരോ ജില്ലയിലും. അപ്പോൾ ഇത് ഓരോ ജില്ലകളിലും EMS പറഞ്ഞതുപോലെ തന്നെ വലതുപക്ഷ ശക്തികൾ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ, ഒന്നിച്ചു നിന്നാൽ ഇടതുപക്ഷത്തിന് പരാജയമാണ് ഉണ്ടാവുക. അപ്പോൾ UDFും BJPയും ഒന്നിച്ചു നിന്ന് സൃഷ്ടിച്ചെടുത്ത വിജയമാണിത് എന്നുള്ളതിന് നമ്മളുടെ മുമ്പിൽ തന്നെയാണ് തെളിവുള്ളത്. അപ്പോൾ ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഞാൻ ഇതിവിടം കൊണ്ട് ആ ഭാഗം നിർത്തിയിട്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് വന്നാൽ, ഇപ്പോൾ എന്താണ് ഇനി കോൺഗ്രസ് സംഭവിക്കാൻ പോകുന്നത്? അവർ BJPയുടെ ഇംഗിതത്തിനനുസരിച്ച്, BJP നിശ്ചയിക്കുന്ന ഡിമാൻഡുകൾക്കനുസരിച്ച് അവർ നിശ്ചയിച്ചിട്ടുള്ള ഒരു തിരക്കഥയുണ്ട്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ഭരണം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നതും. പക്ഷേ അത് അങ്ങനെ തന്നെ നിരന്തരം പോകാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളത്, രാഹുൽ ഗാന്ധിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒരു സ്പേസ് വേണമെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. സതീശനും കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും ഒക്കെ ചേർന്നുള്ള ഈ ഒരു കൊയലീഷൻ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഒരു സഖ്യകക്ഷിത്വം എന്ന് പറയുന്ന ആ നില, അത് പൊളിഞ്ഞ് അതിൻ്റെ അകത്തൊരു വിള്ളലുണ്ടായാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക്, ഇനി 29-ലാണല്ലോ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നത്, അവിടെ അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു വിള്ളലുണ്ടാവണം. അപ്പോൾ നോക്കിക്കോളൂ, 27-28 ആകുമ്പോഴേക്ക് ഇവരുടെ കൊയിലീഷനിൽ, ഗ്രാൻഡ് കൊയിലീഷനിൽ കൃത്യമായൊരു വിള്ളൽ KC വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് സൃഷ്ടിച്ചിരിക്കും. അപ്പോൾ അതുവരെ ഇങ്ങനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത. ശ്രീ രാജേന്ദ്രൻ പന്തളം, അതായത് അവരുടെ ഉൾപാർട്ടി സമരങ്ങൾ ഏതൊക്കെ വിധത്തിലോ ആയിക്കൊള്ളട്ടെ,
അവരുടെ അസ്വസ്ഥതകൾ ഏതൊക്കെ വിധത്തിലായിരിക്കട്ടെ, കാരണം വലിയ ജനാധിപത്യ പാർട്ടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ നടക്കുമല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അല്ലെങ്കിൽ വി ഡി സതീശനെയും യു ഡി എഫിനെയും ഒക്കെ വിശ്വസിച്ച അതിൻ്റെ അഭ്യുദയാകാംക്ഷികളായവർ ഇത്തരം പല വിധത്തിലുമുള്ള സോഷ്യൽ എലമെൻറ്റുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരിലേക്ക് കൂട്ടിയവർ, അവർ പോലും അസ്വസ്ഥരാകുന്നു, അവർ പോലും വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഈ കൈക്കെതിരെ, ഈ താമരക്കൈക്കെതിരെ അവർ പോലും വിരൽ ചൂണ്ടുന്നു എന്നുള്ളത്. അതിൻ്റെ സൂചകമാണ് സമസ്തയുടെ പൂക്കോട്ടൂരിൻ്റെ പരസ്യമായ പ്രസ്താവന. വക്താവാണിത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, വളരെ താങ്കൾ വസ്തുതാപരമായിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ. ജൂലൈ 8-ന് കേരളത്തിന്റെ നിയമവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിലാണ് 17 പ്ലീഡർമാരെ നിയമിച്ചു. ഇത്രയും പ്ലീഡർമാർ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് സാങ്കത്യമായ ഒരു ചോദ്യമാണ്. നമ്മൾ പക്ഷെ ചർച്ച ചെയ്യുന്ന ഇപ്പൊ ഇത്ര വൈകിട്ടാണെന്ന് എനിക്ക് അഭിപ്രായമുള്ളൂ. നേരത്തെ ഈ ചർച്ച വരേണ്ടതാണ്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം വിഷയത്തിൽ അദാനി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരികൾ വിൽക്കുന്നു എന്നത് സതീശൻ അത് ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു CPM. അപ്പോഴാണ് CPM-ൽ നിന്ന് പ്രമുഖ നേതാവായിട്ടുള്ള മുതിർന്ന നേതാവ് EP ജയരാജൻ അത് വീറ്റോ ചെയ്തു. നമ്മൾ ഇങ്ങനെ ഒരു വികസിത പരിപാടി നമ്മൾ അത് ഇല്ലാതാക്കരുത്, വെറുതെ വിവാദങ്ങൾ സൃഷ്ടിച്ചെന്ന്. അതിനെ തുടർന്നാണ് താങ്കളുടെ മീൻ പിടിക്കാനുള്ള ഉദ്ദേശം എങ്ങോട്ടേക്കാണ് പോകുന്നത്? അങ്ങനെ ഒന്നും ഒരു ഭിന്നത അവരുടെ പാർട്ടിയിലില്ല. അത് ഇന്നും അവരുടെ നേതാക്കൾ പറഞ്ഞു, ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള ഭിന്നതയില്ലെന്ന്. അവരുടെ പ്രതിപക്ഷ നേതാവ്, അവരുടെ പാർട്ടി സെക്രട്ടറി, അവരുടെ ജനറൽ സെക്രട്ടറി ഒക്കെ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം അവരുടെ പാർട്ടി ആ രീതിയിൽ നീങ്ങുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരുടെ എന്താണ് അവരുടെ വിഴിഞ്ഞം വിഷയത്തിലുള്ള രാഷ്ട്രീയം, എന്താണ് വിഴിഞ്ഞം വിഷയത്തിൽ വി ഡി സതീശൻ സർക്കാരിനുള്ള തെറ്റുകൾ, അതിനെ ഏതൊക്കെ തരത്തിലാണ് എതിർക്കുന്നത്, അതിനെ ഏതൊക്കെ തരത്തിലാണ് എതിർക്കേണ്ടത്, ഏതൊക്കെ സമരമാർഗം, അതിന് അവർക്ക് കൃത്യമായ പദ്ധതിയുണ്ട്. അതുകൊണ്ട് താങ്കൾ ഈ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത അദാനിക്ക് അങ്ങനെ വെറുതെ ഇത് ഓഹരി വിൽക്കാൻ പറ്റില്ല. കേന്ദ്രത്തിന്റെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ അനുമതിയില്ലാതെ ഇതൊന്നും വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സെബി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജയിലിലിടും. അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. എന്തായാലും അർത്ഥവത്തായ ഒരു വിഷയമാണ് താങ്കൾ ഇപ്പൊ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കരാർ ലംഘനമാണ്. സെബി അകത്തിടുമോ ഇല്ലയോ എന്നുള്ളതല്ല, സെബിയുടെ തലപ്പത്തിരിക്കുന്നവർ അദാനിയുമായുള്ള ബന്ധം നേരത്തെ തന്നെ പുറത്തെത്തിയതാണ്. അതൊക്കെ വിടൂ, അതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ സെബിയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയോർ, അതായത് മുൻകൂട്ടിയുള്ള അനുമതി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണം. അത് 5.3 ക്ലോസിൽ കരാർ പറയുന്നതാണ്. ഇനി 5.9 ക്ലോസിൽ പറയുന്നത് എന്താണ്? ഈ സമീപത്ത് 200 മീറ്റർ 250 മീറ്റർ സമീപത്ത് എവിടെയും മറ്റൊരു തുറമുഖത്തിൽ ഷെയർ ഉള്ളവരാണ്. ഇതൊക്കെ ലംഘിക്കുകയാണ് MSCക്ക് കൊടുക്കുന്ന വഴി. അപ്പോൾ 250 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങനെ ചുറ്റുള്ളവർ, പക്ഷേ അവർക്ക് തൂത്തുക്കുടിയിൽ ഒരു ടെർമിനൽ തന്നെ സ്വന്തമായിട്ടുണ്ട് MSCക്ക്. അപ്പോൾ കരാർ ലംഘനമാണെന്നേ. ഈ ബോൾ ഇപ്പോൾ സർക്കാരിൻ്റെ പക്ഷത്താണ്, സർക്കാരിൻ്റെ കോർട്ടിലാണ്. സർക്കാരിന് ഏത് രീതി അടിക്കുക, അതാണ് അദാനിയുമായുള്ള കൂട്ടുകെട്ടിൻ്റെ വ്യക്തി. താങ്കൾ അതിനെ മറ്റൊരു രീതിയിലേക്കൊന്നും വളച്ചൊടിക്കേണ്ടതില്ല. ഞാൻ പറയുന്ന അതല്ല. താങ്കൾ അതിന്റെ മജ്ജയും മാംസവും രക്തവും നൽകിയിരിക്കുന്നത് CPM-ന്റെ നേതാവായിട്ടുള്ള നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെതിരെ ഒരു സമരവുമായിട്ട് അദ്ദേഹം പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളില്ല. അത്തരം ഒരു നല്ല പദ്ധതി, മാതൃകാപരമായിട്ടുള്ള പദ്ധതി കേരളത്തിന് വേണം. അങ്ങനെയുള്ള പദ്ധതികൾ കൊണ്ടേ കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ അതൊരു വിവാദമാക്കാതെ ഈ കാര്യങ്ങൾ വിവാദമാക്കിയത് വളരെ നന്നായി പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് വിവാദമാക്കിയതല്ല, ഇത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്ന വസ്തുതകൾക്ക് എതിരായി, അവരുടെ രാഷ്ട്രീയത്തിനെതിരായി, നെഹ്റുവിയൻ സോഷ്യലിസത്തിനെതിരായുള്ള അവരുടെ ഉള്ളിലെ പടപ്പുറപ്പാട് തന്നെയാണ്. അത് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ കാര്യമാണ്, അവർക്കത് പുതിയതല്ല. ശ്രീ PK ഗോവൻ, മറുപടി ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. അല്ല, അദ്ദേഹം പറഞ്ഞതിലൊരു ചെറിയ പ്രശ്നമുണ്ട് സാറേ. കോൺഗ്രസിനകത്ത് ഏതെങ്കിലും പ്രശ്നത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം വന്നാൽ അത് ജനാധിപത്യം എന്ന മഹത്തായ ആശയത്തിന്റെ പേരിൽ ചാർത്തുകയും CPM-നകത്ത് അത്തരം അഭിപ്രായം വന്നാൽ അത് ജനാധിപത്യം അല്ലെന്ന് പറയുകയും ചെയ്യുന്ന യുക്തി നിലനിൽക്കത്തില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സമരം എന്നുള്ളത് സൂചനാ സമരമാണ് അവിടെ നടത്തിയത്, വിഴിഞ്ഞത്ത് നടത്തിയത്. പാർട്ടി സെക്രട്ടറിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ജില്ലയിലെ പാർട്ടി നേതാക്കളെല്ലാം പങ്കെടുത്തതാണ്.
ഇവിടെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഇല്ല, സെൻട്രൽ കമ്മിറ്റിക്കും ഇല്ല. ചില ആളുകൾ അല്ലെങ്കിൽ ചില ലീഡർഷിപ്പ് പറയുന്നതിന്റെ ശൈലിയുടെ പ്രശ്നം മാത്രമാണുള്ളത്. അത് വളച്ചൊടിക്കാം ഏതിനാണ് ഫോക്കസ് മാധ്യമങ്ങൾക്ക്, കൊടുക്കേണ്ടത്, പലവിധത്തിലും അതെ, വളച്ചൊടിക്കാം. ഏതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ദിവ്യ എസ് അയ്യരെ മാറ്റി ആരെ വേണമെങ്കിലും വെക്കാനും മാറ്റാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ടല്ലോ. പക്ഷേ തുറമുഖം നന്നായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വനിതയെ മാറ്റിയിട്ട് അവിടെ അദാനിക്ക് താല്പര്യമുള്ള ഒരാളെ വെച്ചതും അല്ല, പിണറായി വിജയൻ സർക്കാർ ഒരു മിനിറ്റ് ഇന്റർപ്റ്റ് ചെയ്യല്ല. അതായത് ഈ ഇവരെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അദാനി സർക്കാരിന്റെ മീൻസ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് അദാനി എത്തിയിരുന്നു, പക്ഷെ നിലം തൊടാതെ ഓടിക്കുകയാണ് ചെയ്തത്. അവരെയാണ് ഞാൻ പറയാൻ വന്നത്. അതാണ് ഞാൻ പറയാം. പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോ അദാനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലപാട് ദിവ്യ എസ് അയ്യർ എടുത്തു. അവരൊരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിന്റെ ഭാര്യ ജീവിത പങ്കാളിയായിട്ട് പോലും ഗവൺമെന്റ് അവരുടെ ശേഷി വീട്ടിൽ പോയി സതീശൻ കരയുക വരെ ചെയ്തു, വൈകാരികത ഉയർത്തി. അതെ, എന്നിട്ട് അവര് വന്നപ്പോ അവര് ശേഷി അടിസ്ഥാനത്തിലാണെങ്കിൽ അവർ തുടരണമല്ലോ, അല്ലാതെ മാറ്റാനുള്ള അവകാശത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്തില്ല. അവരെയാണ് ഏറ്റവും പെട്ടെന്ന് മാറ്റിയത്. അദാനിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ്. ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് നമുക്ക്, കേരളം കോൺഗ്രസ് ഭരിക്കുകയാണ്. CPM-ഓ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ അദാനിക്ക് കേരളത്തിൽ റോളില്ല, ഒരു റോളും ഇല്ല. BJP-യുടെ ലീഡർഷിപ്പിന് ഒരു പോസ്റ്റിലേക്കോ ആളുകളെ പോസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അദാനിക്ക് റോളുണ്ട്. അദാനിക്ക് റോൾ ഉണ്ടാക്കി കൊടുക്കലാണ് ഈ പോസ്റ്റിങ്ങിലൂടെ എന്നുള്ളത് കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ പതുക്കെങ്കിലും മനസ്സിലായിക്കോണം. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. മുമ്പ് കാലത്ത് ശ്രീ K. കരുണാകരൻ, ശ്രീ AK ആന്റണി സംഘർഷം ഉണ്ടായതുപോലെ, ശ്രീ ഉമ്മൻചാണ്ടിയും മറ്റു രമേശ് ചെന്നിത്തലയായിട്ട് സംഘർഷം ഉണ്ടായതുപോലെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു പ്രശ്നം, ശ്രീ KC വേണുഗോപാൽ ഉന്നയിച്ച പ്രശ്നം അദാനി അല്ല കേരളം ഭരിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ VD സതീശന് കൊടുത്തുകൊണ്ട് ഭാവിയിൽ അവരുടെ ആഭ്യന്തര പ്രശ്നത്തിലെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉയരാൻ പോകുന്നത് ഈ അദാനി ബന്ധമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, അദാനിക്ക് തുറമുഖം കൊടുത്ത നിങ്ങൾ ഇടതുപക്ഷമല്ല എന്ന് ഇടതുപക്ഷത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. അദ്ദേഹം ഇന്ത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞല്ലോ. ആ രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ ആര് അദാനിക്ക് ഫേവർ ചെയ്താലും അത് എതിർക്കപ്പെടേണ്ടതാണല്ലോ. അത് സ്വന്തം പാർട്ടിയിൽ ആള് ചെയ്താൽ എതിർക്കപ്പെടാതിരിക്കുകയും CPM ചെയ്താൽ എതിർക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടത്താപ്പ് ഇനി ഇവിടെ വന്ന് വെറുതെ പൊറോട്ട കഴിച്ച് മാത്രം വെള്ളത്തിൽ ചാടിയിട്ട് മാത്രം രാഹുലിന് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് കുറച്ചു നാളിനകം കേരളത്തിലെ മണ്ഡല പുനർനിർണയം നടക്കാൻ പോവുകയാണ്. ആ മണ്ഡല പുനർനിർണയത്തിൽ ലീഗിന് ആവശ്യം കുറച്ച് മണ്ഡലങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാ. കോൺഗ്രസിന് അങ്ങനെ ചില താല്പര്യങ്ങളുണ്ട്. ബാക്കി വിഷയങ്ങൾ എടുത്തിട്ട് BJP-ക്ക് ജയിക്കാൻ പറ്റുന്ന സൗകര്യം ഒരുക്കുന്ന മണ്ഡല നിർണയത്തിന് വേണ്ടിയാണ് ഈ ശേഷാദ്രിനാഥിനെ BJP-യുടെ സപ്പോർട്ടോടുകൂടി ഇലക്ഷൻ കമ്മീഷനായിട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് രാജേന്ദ്ര സാറിനെ പോലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ചിന്തിക്കുന്ന നല്ലതാണെന്ന് മാത്രം. അല്ല, ഈ KPCC സെക്രട്ടറി ശ്രീ PM നിയാസ് തന്നെ പറഞ്ഞു, അഡ്വക്കേറ്റ് PM നിയാസ് തന്നെ പറഞ്ഞു, 3-ൽ നിന്ന് 30 BJP-ക്ക് ശേഷാദ്രിനാഥിന്റെ വിഷയത്തിൽ. അതെ, അത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം ആശയങ്ങളും ചർച്ചകൾ നടന്നു വരിക. പക്ഷെ ഇത് ശക്തമായി പ്രതികരിക്കേണ്ട ഒരു പാർട്ടി മുസ്ലിം ലീഗാണ്. എന്നാൽ 10 വർഷത്തെ ഭരണമില്ലായ്മയിൽ നിന്നും കുറച്ചു നാളത്തേക്കെങ്കിലും ഭരണം കിട്ടാൻ VD സതീശനെ നമ്പിരിക്കണമെന്നുള്ളത് മാത്രം അവരുടെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും താല്പര്യങ്ങളെ ബലികഴിക്കുകയാണ്. ഫലത്തിൽ കേരളത്തിൽ ഒരു BJP കോൺഗ്രസ് മുന്നണി കേരളം ഭരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആപത്ത് ഇന്നലെയൊക്കെ അവരുടെ ചർച്ചയിൽ വളരെ രൗദ്രഭാവത്തിലാണ് BJP പ്രവർത്തകർ സംസാരിച്ചത്. CPM-നെതിരായിട്ട് VD സതീശനെ ഫേവർ ചെയ്തുകൊണ്ട്. അതുപോലെ മുഹമ്മദ് റിയാസിനെ, അത്തരം ഒരു വിമർശം ഉന്നയിച്ച മുഹമ്മദ് റിയാസിന്റെ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ട് അദ്ദേഹം, അതായത് ഏതൊക്കെ CPM-നകത്ത് ഇസ്ലാമിക പേരുകളുണ്ടോ ആ പേരുകളെല്ലാം എടുത്ത് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും BJP കേരളത്തിൽ വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, BJP മാത്രമല്ല, G. സുധാകരൻ തന്നെ ഇന്നലെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററായ ആലപ്പുഴയിലെ പ്രതിനിധി ഷാജഹാന്റെ പേര് ചോദിച്ചിട്ട് അദ്ദേഹത്തെ വർഗീയമായി വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാവുന്ന ആളാണ്. കാരണം വേറെ കുറ്റപ്പെടുത്തേണ്ട അജിം ഷാ, കന്നി എന്നാ കന്നും കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ആ സ്വഭാവം കാണിക്കാൻ പറ്റൂ. അത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് വേറൊന്നും പറയാനില്ല. ഈ ഒറ്റ കാര്യം പറയാനുള്ളൂ. G. സുധാകരന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാൽ ചെല്ലുന്ന സ്ഥലത്തെ
വെള്ളത്തിന്റെ സ്വഭാവമാണ്. ചെല്ലുന്ന സ്ഥലത്തെ പാത്രത്തിന്റെ ആകൃതി വെള്ളം സ്വീകരിക്കും. ഏത് പാത്രത്തിലാണോ നിങ്ങൾ വെള്ളം ഒഴിച്ചു വെക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി വെള്ളം സ്വീകരിക്കും. സ്വഭാവം പോലും ഇപ്പോ ജി സുധാകരനിലൂടെ സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് കന്നി എന്ന കന്നും കൂട്ടത്തിൽ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അത് തന്നെ എല്ലാം ഉണ്ട്. അതായത് വി ഡി സതീശൻ മുമ്പോട്ട് വെക്കുന്ന സംഘപരിവാർ വൽക്കരണം അത് നിസ്സാരമല്ല. ഓരോ മുഹൂർത്തങ്ങളിലൂടെയും ഓരോ ഘട്ടങ്ങളിലൂടെയും അത് ബോധ്യമാവുകയാണ്. എന്തിന് കൂടുമാറി ഇന്നലെ അവിടെ ചെന്ന നേതാക്കന്മാരിൽ പോലും വർഗരാഷ്ട്രീയത്തിൻ്റെ വക്താവ് പോലും വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മാറുന്ന ഒരു കാഴ്ച പോലും നാം കാണുന്നു. അവിടെയാണ് ഈ സംഘപരിവാർ വൽക്കരണം ഗ്രാവിറ്റിയിൽ ശ്രീ പി കെ ഗോപൻ. ഇവിടെ ചിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, ശ്രീ കെ സുധാകരൻ. പണ്ട് CPM തടസ്സപ്പെടുത്താതിരിക്കാൻ RSS ശാഖയ്ക്ക് കാവലെന്ന പാരമ്പര്യം എനിക്കുണ്ടെന്ന് പറഞ്ഞ കെ സുധാകരനോട് ചേർന്നിരിക്കുകയാണ് വി ഡി സതീശൻ തന്റെ പ്രവൃത്തി കൊണ്ട്. അതുകൊണ്ട് ഇത് കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ഒരു അലയൻസും കൂടിയായിട്ട് മാറാൻ പോവുകയാണിത്. തീർച്ചയായും അദ്ദേഹം വലിയ എതിർത്ത് പുകച്ചു ചാടിച്ചതാണ്. എങ്കിൽ പോലും എന്താണ് അശ്ലീലം പോലും പരസ്യമായി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ എന്നാലും ഈ പൊതു ആവശ്യത്തിൽ അവർ ഒന്നിക്കുന്നു എന്നൊരു നിരീക്ഷണം അത് അദ്ദേഹം വളരെ അത് പിന്നെ അവർ സ്ഥിരം പറയുന്നതാണ്. അവർ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, വി ഡി സതീശന് അതിൽ കുറച്ചൊന്നും വിളിക്കാനില്ലെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. വി ഡി സതീശന് അതിൽ കുറച്ചൊന്നും പറയാനില്ല എന്ന് സുധാകരൻ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംഘപരിവാർ വൽക്കരണം എന്നത് കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണമല്ല. വസ്തുതകളിൽ വി ഡി സതീശൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനുദിനം. ഇതിനെതിരായി കോൺഗ്രസിനുള്ളിൽ ഏത് തരത്തിലായിരിക്കും ഇതിനെതിരായ പ്രതിരോധ മാർഗം ഉയരുന്നത് എന്നത് കൂടി ഈ രാഷ്ട്രീയ നിരീക്ഷക ലോകം വീക്ഷിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു.